എന്തുകൊണ്ട് നമ്മുടെ ഫോട്ടോസ് ഒന്നും ഫേമസ് ആവുന്നില്ല? ഞാൻ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ട് അടിപൊളി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആരും കാണാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ സൂപ്പർ ഫോട്ടോസിനെ എടുത്തിട്ട് വരുന്നുണ്ട്. ബട്ട് എടുത്തിട്ടുള്ള എഫേർട്ടിനുള്ളൊരു അംഗീകാരം എനിക്ക് കിട്ടുന്നില്ല ആ ഫോട്ടോസിൽ നിന്ന്. വൈ ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് അപ്രിസിയേഷൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇതാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫോട്ടോ ഗെയിം ഇല്ലാതെ നമ്മൾ ഇടുന്ന ഫോട്ടോസിന് മാക്സിമം ആൾക്കാർക്ക് എങ്ങനെ റീച്ച് ചെയ്യിപ്പിക്കാം. സോ അവരുടെ നിന്നിട്ട് നമുക്കുള്ളൊരു അപ്രിസിയേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും, ചിലപ്പോൾ അറിയാത്തതായിരിക്കും. ബട്ട് ഷുവർലി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഐ ആം ഡിവൈഡിങ് ദിസ് ഇൻ ടു 6 segments. ഓക്കെ, ആൻഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ടേക്കിംഗ് നോർമൽ ഫോട്ടോസ്. മറ്റുള്ളവർ എടുക്കുന്ന ഫോട്ടോസും നമ്മളെടുക്കുന്ന ഫോട്ടോസും സെയിം ആവാതിരിക്കാൻ നോക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. ലൈക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് കുറേ ഫോട്ടോസ് വരും. അതിൽ നോർമലായിട്ടുള്ള ഫോട്ടോസ് ഇല്ലാതെ നമ്മൾ ഡെയിലി കാണാൻ സാധ്യതയുള്ള ഫോട്ടോസ് കൂടുതലായിരിക്കും. നമുക്ക് അതിൽ കമൻറ്റ് ചെയ്യാൻ തോന്നാണ്. ലൈക്ക് ഓ വാവ് അടിപൊളിയായിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കമൻറ്റ് നമുക്ക് ചെയ്യാൻ തോന്നുന്ന പോലത്തെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ലൈക്ക് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് എല്ലാവരുടെയും ഉള്ള ഫോട്ടോസാണ്. ആരുടെയും ഇല്ലാത്ത ടൈപ്പ് ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. ടേക്ക് യുവർ ടൈം ആൻഡ് തിങ്ക് ഫോർ ഇറ്റ്. ലൈക്ക് നമ്മൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ടൈം ഒന്ന് തിങ്ക് ചെയ്യുക, നമ്മൾ എങ്ങനത്തെ ഫോട്ടോ എടുക്കണമെന്ന്. ലൈക്ക് എനിക്കറിയണം കുറേ പേരുണ്ടല്ലോ ഒരേ സാധനത്തിന് തന്നെ ഒരു 100, ഒരു 50, 50 ക്ലിക്കെല്ലാം ഒരേ സാധനം. ഇപ്പോൾ ഒരു ഫുഡ് ഫ്രൂട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 100 ക്ലിക്കില്ല വെച്ച് 50 ക്ലിക്ക് സെയിം ആംഗിൾ ഞാൻ ടക്ക് അങ്ങനെ എടുക്കും. എന്നിട്ട് അവർ പോസ്റ്റ് ചെയ്യണ പിക്ചർ അതിലേതെങ്കിലും ഒരു പിക്ചർ എടുത്ത് പോസ്റ്റ് ചെയ്യും. അതിലേതാ ബെറ്റർ നോക്കി പോസ്റ്റ് ചെയ്യും. സോ അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് 50 ക്ലിക്കിൽ വെറും 10 ക്ലിക്ക് എടുത്താൽ മതി. ചുറ്റുന്നും ഓരോ ആംഗിൾ ട്രൈ ചെയ്തിട്ട് എവിടെ നിന്നാണ് ബെറ്റർ എന്നുള്ളത് ഒരു 10 ക്ലിക്ക് എടുക്കാം. കാരണം നമുക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. കാരണം ഡിഫറെൻറ്റ് ആംഗിൾ ആയതുകൊണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ. കുറേ കാര്യങ്ങളും മീൻസ് കുറേ മാറ്റങ്ങൾ ഉണ്ടാകാം പിക്ചറിനകത്ത്. സോ ദിസ് ലീഡ്സ് ടു ദ സ്റ്റെപ്പ് നമ്പർ 2, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. ലോകം ഇങ്ങനെയല്ല, ലോകം ഭയങ്കര വലുതാണ്. അതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതെല്ലാം ഭയങ്കര വലുതായിട്ടുള്ള കുറേ ആൾക്കാർ, കുറേ ഇൻഫ്ലുവൻസേഴ്സ്, കുറേ ഫോട്ടോഗ്രാഫേഴ്സ്, കുറേ ആൾക്കാർ, കുറേ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. സോ നമ്മൾ കാണുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ എന്ന് കിട്ടുന്നുള്ളൂ. ലൈക്ക് നമ്മളിപ്പോൾ ഒരു 100 പേരെ ഫോളോ ചെയ്യുന്നുണ്ട്, ആ 100 പേര് എന്താണ് പോസ്റ്റ് ചെയ്യുന്നത് അത് മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. സോ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഷഫിൾ ചെയ്യുക. ഡെയിലി ഇല്ലെങ്കിൽ ഒരു 3-4 months ഒരിക്കൽ നമ്മൾ ഫോളോവേഴ്സ് ഷഫിൾ ചെയ്യുക. അപ്പോൾ കുറേ പേരുടെ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഐഡിയാസും ഷഫിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണല്ലോ. ഫോട്ടോഗ്രാഫി, ആർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും പുതിയ പെർസ്പെക്റ്റീവിലാണ് അവർ വേൾഡിനെ കാണുക. സോ ആ ഐഡിയയെല്ലാം നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നമ്മൾ നല്ലൊരു ഫോട്ടോ കിട്ടുന്ന എല്ലാ പോസിബിലിറ്റിയും ട്രൈ ചെയ്യണം. ലൈക്ക് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഫോട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇല്ല വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്കാർ അവർ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആ ഫോട്ടോ നമ്മൾക്ക് സേവ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇല്ല വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക, എന്ത് വേണം സ്ക്രീൻഷോട്ട് അടിക്കുക, എന്ത് വേണം ചെയ്യാം. എന്നിട്ട് ആ സാധനം നമ്മൾ ഫോണിനകത്ത് സേവ് ചെയ്തേക്കുക. എന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള പ്ലേസിൽ പോകുമ്പോൾ അങ്ങനെയുള്ളൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള പോലത്തെ ഒരു ഫോട്ടോ കിട്ടുകയും ചെയ്യും. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ആ ലെവലിലേക്ക് എത്താൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് തീം. പ്രൊഡ്യൂസ് എ തീം എന്ന് വെച്ചാൽ ഞാൻ കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പുള്ള ഒരു ഫോട്ടോഗ്രാഫി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ തീം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലാച്ച തീം എന്താ, അങ്ങനെ കുറേ പേര് ഡൗട്ട് വെച്ചു. നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്രൈവറ്റ് ആണ്, എൻ്റെ ഫ്രണ്ട്സാണ്, അല്ലാച്ച എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്, എനിക്ക് അറിയുന്ന ആൾക്കാർ മാത്രമേ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുന്നുള്ളൂ, അവരെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയെന്ന് വെച്ചാൽ കുഴപ്പമേ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫീസ്, നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡ്, നിങ്ങൾ ഡെയിലി പോകുന്ന സ്ഥലങ്ങൾ, നിങ്ങൾക്ക് രാവിലെ ഉള്ള സെൽഫി എന്ത് വേണം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല വെച്ചാൽ ഫ്രണ്ട്സ് മാത്രമേ ഇത് കാണുന്നുള്ളൂ. സോ ഇഫ് യുവർ അക്കൗണ്ട് ഈസ് പബ്ലിക്, കുറേ പേര് നിങ്ങളുടെ വേൾഡ് നിങ്ങളുടെ അക്കൗണ്ട് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയില്ല എന്ന് വയ്ക്കാം. സോ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് ഈ ട്രാവൽ ഇല്ല വെച്ചാൽ ആർട്ട് കാണാൻ വേണ്ടി മാത്രമായിരിക്കും. ഇവൻ്റെ ഫോട്ടോസ് അടിപൊളിയുണ്ട്, ഇല്ല വെച്ചാൽ ഇവൻ്റെ ഫോട്ടോഗ്രാഫി അടിപൊളിയാണ്, പോകുന്ന സ്ഥലങ്ങൾ അടിപൊളിയാണ്, അത് കാണാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ എൻ്റെ അക്കൗണ്ട് നോക്കുക. സോ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു സെൽഫി എടുത്തിട്ടു. സോ ഇവനെന്താ ഇപ്പോൾ ഇങ്ങനെ, ഇവൻ്റെ അക്കൗണ്ടിൽ ഞാനിപ്പോൾ ട്രാവൽ ഫോട്ടോസൊക്കെ നോക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെൽഫി ഇട്ട് വെറുപ്പിക്കണ്ടല്ലോ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വരും. എൻ്റെ തീം എന്ന് പറയുന്നത് ട്രാവൽ, ആർട്ട്, അങ്ങനെ റിലേറ്റഡ്. അങ്ങനെ ഓരോരുത്തർക്കും ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മനസ്സിലാവും. മീൻസ് ഞാൻ വലുതെന്നല്ല, വലുതായിട്ടുള്ള ആൾക്കാർ വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ. സോ അവരുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ നോക്കിയാൽ മനസ്സിലാവും. ഫുഡ് ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ഫുഡ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമായിരിക്കും. ട്രാവൽ എന്ന് വെച്ചാൽ ട്രാവൽ റിലേറ്റഡ്.
അപ്പോൾ വേറെ എന്തെങ്കിലുമാണ് പോർട്രേറ്റ് വന്നു വെച്ചാൽ പോർട്രേറ്റ്. അങ്ങനത്തെ കുറേ ഇൻസ്റ്റാഗ്രാമേഴ്സ് അവരൊരു തീം ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കും കൊണ്ടുപോകാം. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു തീം ക്രിയേറ്റ് ചെയ്യണം. തീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, മീൻസ് നിങ്ങളുടെ പബ്ലിക് പ്രൊഫൈലാണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ആയിട്ടുള്ളവരുടെ കാര്യം ഞാൻ അവിടെ പറയുന്നില്ല. പബ്ലിക് പ്രൊഫൈൽ ആക്കിയാലാണ് നമുക്ക് കുറേ പേർക്ക് റീച്ച് എത്തത്തുള്ളൂ, നമ്മുടെ അക്കൗണ്ട് കുറേ പേർക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സോ തീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും ആയിക്കോട്ടെ. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഇതിലെന്ന് പറയുന്നത് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മൾ ഒരു സംഭവമായിട്ട് അറിയണം. ലൈക്ക് നിങ്ങൾ ഒരു 500 പേരെ ഫോളോ ചെയ്യണമെന്ന് വെക്കുക, അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ഓർത്തെടുക്കാൻ ഒരു 5-6 പേരെ കാണത്തുള്ളൂ. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് അവരുടെ ഗ്രാസ്പ് എടുക്കാൻ അവർ ഇടുന്ന ഫോട്ടോസിൻ്റെ ക്വാളിറ്റി ഇല്ലാച്ച അവർ ഇടുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, അവർ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ പറയുന്നവർ മറ്റുള്ളവർ വെച്ച് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവരുടെ ഫോട്ടോസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അവിടെ നോക്കിയാൽ അവൻ്റെ ഫോട്ടോസ് എല്ലാം അടിപൊളിയാണ്. ഇല്ല വെച്ചാൽ അവൻ കഴിക്കുന്ന ഫുഡൊക്കെ നോക്കിയാൽ സെറ്റപ്പ് ഫുഡാണ്, അവൻ്റെ ഇടുന്ന വീഡിയോസ്, അവൻ്റെ ഇടുന്ന ഫോട്ടോസ്. അങ്ങനെ നിങ്ങൾ മൂന്നാമത് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് തീം. ലൈക്ക് അവൻ്റെ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് മുഴുവൻ കൺവേ ചെയ്യുന്നത് അവന് ഇഷ്ടമുള്ള കാര്യമാണ്. മീൻസ് അവൻ്റെ അക്കൗണ്ട് നോർമലാണ്, അവൻ കുറേ സെൽഫി ഇടുന്നുണ്ട്, കുറേ ഫുഡ് ഇടുന്നുണ്ട്, പിന്നെ കുറേ ട്രാവൽ ഇടുന്നുണ്ട്, കുറേ എന്തെങ്കിലും ബുക്ക് ഇടുന്നുണ്ട്, അവൻ എന്തെങ്കിലും കുറേ മിക്സപ്പൊക്കെ ചെയ്തിടുന്നുണ്ട്. സോ പെട്ടെന്ന് നമുക്ക് എന്താ വെച്ചാൽ കെയർ ചെയ്യുക, നമ്മൾ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കപ്പെടില്ല. ഒരു തീം അങ്ങോട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുക, പെട്ടെന്ന് ഫോളോ കൊടുക്കാൻ തോന്നുക. ഓക്കെ, ദാറ്റ്സ് ദ തീം. ആൻഡ് അടുത്തെന്ന് പറയുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് ആണ് എഡിറ്റ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ച് നല്ലതായത് കൊണ്ടാണോ ഇനി മോശമായതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ടിപ്പാണ്, ഓവർ എഡിറ്റ് ചെയ്ത് കൊളവാക്കരുത്. ഒരു ഫോട്ടോനൊരു ഭംഗിയുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ട്രാവൽ പോകുമ്പോൾ എടുത്തൊരു ഫോട്ടോ വീട്ടിനകത്ത് B612 അല്ലെങ്കിൽ UK എടുക്കുന്ന ഫോട്ടോ പോലെ എഡിറ്റ് ചെയ്തിട്ട് അത് കുളമില്ലേ. ലൈക്ക് ദാറ്റ് നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭംഗിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇടുക. ആൻഡ് ഞാൻ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച കാര്യമുണ്ട്, ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് ഫോൺ ആപ്ലിക്കേഷനിൽ ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാൻവ ഉണ്ട്, ഫോട്ടോഷോപ്പ് ഉണ്ട്, ലൈറ്റ് റൂം ഉണ്ട്, സ്നാപ്സീഡ് ഉണ്ട്, വിസ്കോ ഉണ്ട്, ഓവർ ഉണ്ട്. എല്ലാം ഒരുപോലെ തന്നെയാണ്. സോ ഓക്കെ, നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഏതാ കുറച്ചുകൂടി ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്ന് തോന്നുന്നത് വെച്ചാൽ അതന്നെ യൂസ് ചെയ്തു. എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻ്ററാക്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ വീട്ടിനകത്ത് ഇരിക്കും, നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരോട് നമ്മൾ പോയി സംസാരിച്ചാലാണ് നാളെ അവർ നമ്മളെ കാണുമ്പോഴും തിരിച്ചു വന്ന് സംസാരിക്കത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ. നമ്മൾ മറ്റുള്ള ആൾക്കാരോട് ചെന്നിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം, അവൻ്റെ ഫോട്ടോസിൽ പോയി കമൻറ്റ് ചെയ്യണം, അല്ലാച്ച അവരുടെ ഫോട്ടോ എങ്ങനെയുണ്ട്, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അതിനുള്ള അഭിപ്രായം പറയണം. ആൻഡ് അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് എല്ലാവരോടും ഇൻറ്ററാക്ട് ചെയ്ത് നിൽക്കണം. എന്നാലും നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി വലുതാണ്. ലൈക്ക് നമ്മളൊരു കോട്ട്, നമ്മൾ കുറേയോടെ കണ്ടിട്ടുണ്ട് ഒരു കോട്ട്, എന്താ വെച്ചാൽ വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ വലുതാവുന്നത് മറ്റുള്ളവരെ വലുതാക്കുമ്പോഴാണ്. സോ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഷെയർ ചെയ്യുക, പിന്നെ പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളോട് ഇൻറ്ററാക്ട് ചെയ്ത് അവരുടെ ഫോളോവേഴ്സ് നിങ്ങൾക്ക് എത്തും, നിങ്ങളുടെ ഫോളോവേഴ്സ് അവർക്ക് എത്തും. അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബിൽഡ് ചെയ്ത് പോവാം. ഓക്കെ, ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഈസ് #ടാഗ് ആൻഡ് ഫോട്ടോ ടാഗ്സ്. നമ്മൾക്ക് ഒരു ഫോട്ടോനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടാഗ്സ് നമുക്ക് എവിടെ നോക്കിയാലും കിട്ടും. നമ്മളൊരു ഫോട്ടോഗ്രാഫി പേജ് എടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ കുറേ #ടാഗ് ഉണ്ടാവും. ഏത് ഫോട്ടോ ആണ്, ഇപ്പോൾ ട്രാവൽ ഫോട്ടോ എന്ന് വെച്ചാൽ അതിന് വേറെ #ടാഗ് ആയിരിക്കും, ഫുഡ് ഫോട്ടോഗ്രാഫി അതിന് വേറെ #ടാഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സിന് ഏത് #ടാഗാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ #ടാഗ് എടുത്തിട്ട് ഇതിനകത്ത് കയറ്റിയിട്ട് കുറേ #ടാഗ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ ഒരുപാട് റീച്ച് എത്താൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെയാണ് ഫോട്ടോ ടാഗ്. ഇപ്പോൾ പുതിയതല്ല, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് #ടാഗിനെ ഫോളോ ചെയ്യുന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ആൾക്കാരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് #ടാഗിനെ ഫോളോ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് #ടാഗിനകത്ത് ചെന്നെന്ന് വെച്ച് നമുക്ക് പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിരുന്ന #ടാഗിനകത്തേക്കും വേറെ ആരെങ്കിലും ഇതുപോലെ കയറി ചെന്നെന്ന് വെച്ചാൽ നമ്മളെയും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഫോട്ടോ ടാഗ് #ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വേൾഡായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ ഇല്ല വെച്ചാൽ വേൾഡായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദീസ് ആർ മൈ ടിപ്സ് ടു ഗ്രോ ഓൺ ഇൻസ്റ്റാഗ്രാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ വലുതാവുന്നുള്ള ടിപ്സാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹോപ്പ് നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയും ഒരു വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇറ്റ്സ് ഡാം ഷുവർ ബിക്കോസ് ഐ എം യൂസിങ് ഇറ്റ് ഫോർ ക്വൈറ്റ് എ ലോങ് ടൈം. ആൻഡ് ഓക്കെ, ദാറ്റ്സ് ദ ഡീൽ. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരെ ബൈ ബൈ.